ഹലോ ഫ്രണ്ട്സ്. ഡോക്ടർ ജോസഫ് മർഫിയുടെ ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ബുക്കിന്റെ സമ്മറിയാണ് പറയുന്നത്. ഒന്നാം അധ്യായം, ഉള്ളിലെ നിധിശേഖരം. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ അതിരുകളില്ലാത്ത അറിവിന്റെയും ശക്തിയുടെയും ഒരു ശേഖരമുണ്ട്. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തിനും ഉത്തരം കണ്ടെത്താൻ ഈ മനസ്സിന് സാധിക്കും. പുറലോകത്ത് പരിഹാരങ്ങൾ തേടി അലയുന്നതിന് പകരം സ്വന്തം മനസ്സിനുള്ളിലേക്ക് നോക്കാനാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രധാനമായും രണ്ട് മനസ്സുണ്ടെന്ന് അദ്ദേഹം പറയുന്നു, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡ്. ഫസ്റ്റ്, കോൺഷ്യസ് മൈൻഡ്, അതാണ് ബോധ മനസ്സ്. ഇത് യുക്തിപരമായി ചിന്തിക്കുന്ന മനസ്സാണ്. പകൽ സമയത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതും പുറലോകവുമായി ഇടപെടുന്നതും ബോധ മനസ്സാണ്. ഇനി അടുത്തതാണ് സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്. ഇതൊരു തോട്ടം പോലെയാണ്. ബോധ മനസ്സ് ഇതിൽ എന്ത് വിത്തുകൾ പാകുന്നുവോ, എന്ത് ചിന്തകൾ നൽകുന്നുവോ അത് വളരുന്നു. ഉപബോധ മനസ്സ് യുക്തി ഉപയോഗിക്കില്ല. പകരം ബോധ മനസ്സ് ശരിയാണെന്ന് വിശ്വസിക്കുന്ന എന്തിനേയും അത് സത്യമായി സ്വീകരിക്കുന്നു. വിശ്വാസത്തിന്റെ ശക്തി. നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു കാര്യം പൂർണ്ണമായി വിശ്വസിപ്പിക്കാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറും. എനിക്കിത് സാധിക്കില്ല എന്ന് പറയുന്നതിന് പകരം എന്റെ ഉപബോധ മനസ്സിന്റെ ശക്തിയിലൂടെ ഞാൻ ഇത് നേടിയെടുക്കും എന്ന് ചിന്തിക്കുക. എനിക്കിത് സാധിക്കില്ല എന്ന് പറയുന്നതിന് പകരം എന്റെ ഉപബോധ മനസ്സിന്റെ ശക്തിയിലൂടെ ഞാൻ ഇത് നേടിയെടുക്കും എന്ന് ചിന്തിക്കുക. ശാരീരികമായ അസുഖങ്ങൾ മാറ്റാനും സാമ്പത്തിക വിജയം കൈവരിക്കാനും ഉപബോധ മനസ്സിനെ പരിശീലിപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ തന്നെ, അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് തന്നെയായി മാറുന്നു നിങ്ങൾ. ആശങ്കകൾ നിറഞ്ഞ ചിന്തകൾ ഉപബോധ മനസ്സിലേക്ക് നൽകിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചുരുക്കത്തിൽ, ഉപബോധ മനസ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുന്നതിലൂടെ ഒരാൾക്ക് തന്റെ ജീവിത സാഹചര്യങ്ങളെ പൂർണ്ണമായി മാറ്റാൻ സാധിക്കുമെന്നാണ് ഒന്നാം അധ്യായം വ്യക്തമാക്കുന്നത്. ഈ പുസ്തകത്തിലെ രണ്ടാം അധ്യായം, നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഹൗ യുവർ മൈൻഡ് വർക്ക്സ് എന്നതിനെ കുറിച്ചാണ്. ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള വ്യത്യാസവും അവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഈ അധ്യായം വിശദീകരിക്കുന്നു. നമ്മുടെ മനസ്സ് ഒന്നാണെങ്കിലും അതിന് രണ്ട് സവിശേഷമായ പ്രവർത്തന രീതികളുണ്ട്. അതിനെ ഒരു കപ്പലിനോട് ഉപമിച്ചാണ് ഡോക്ടർ മർഫി വിശദീകരിക്കുന്നത്. ഒരു കപ്പലിന്റെ ക്യാപ്റ്റനെ പോലെയാണ് ബോധ മനസ്സ്. കപ്പൽ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ നൽകുന്ന ഉത്തരവുകൾ കപ്പലിലെ ജീവനക്കാർ അനുസരിക്കുന്നു. അതുപോലെ ബോധ മനസ്സ് ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സ് നടപ്പിലാക്കുന്നു. കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരനെ പോലെയാണ് ഉപബോധ മനസ്സ്. അവർ ക്യാപ്റ്റനെ ചോദ്യം ചെയ്യില്ല. ക്യാപ്റ്റൻ നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കും. ഉപബോധ മനസ്സ് തർക്കിക്കില്ല. അതായത് നിങ്ങളുടെ ബോധ മനസ്സ് ഒരു കാര്യം സത്യമാണെന്ന് അംഗീകരിച്ചാൽ അത് നല്ലതായാലും ചീത്തയായാലും ഉപബോധ മനസ്സ് അത് സ്വീകരിക്കും. എനിക്കിത് വാങ്ങാൻ പണമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഉപബോധ മനസ്സ് അത് സത്യമായി എടുക്കുകയും നിങ്ങൾക്കത് വാങ്ങാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി മാറുന്നത്. പുറത്തു നിന്നുള്ള നെഗറ്റീവ് നിർദ്ദേശങ്ങളെ തള്ളിക്കളയാൻ ബോധ മനസ്സിന് സാധിക്കും. പുറത്തു നിന്നുള്ള നെഗറ്റീവ് നിർദ്ദേശങ്ങളെ തള്ളിക്കളയാൻ ബോധ മനസ്സിന് സാധിക്കും. എന്നാൽ നിങ്ങൾ തന്നെ നൽകുന്ന സ്വയം നിർദ്ദേശങ്ങൾ, ഓട്ടോ സജഷൻസ്, ഉപബോധ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കും. ഇനി ഉപബോധ മനസ്സിനെ എങ്ങനെ പരിശീലിപ്പിക്കാം എന്ന് നോക്കാം. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതായി സങ്കല്പിക്കുകയും സന്തോഷത്തോടെ ഉറങ്ങുകയും ചെയ്യുക. ഭയത്തിന് പകരം ആത്മവിശ്വാസം നൽകുന്ന ചിന്തകൾ ബോധപൂർവം നൽകാൻ ഈ അധ്യായം പ്രേരിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, നിങ്ങളുടെ ബോധ മനസ്സ് ഒരു വാച്ച്മാനെ പോലെ പ്രവർത്തിക്കണമെന്നും തെറ്റായ ചിന്തകൾ ഉപബോധ മനസ്സിലേക്ക് കടക്കാതെ ശ്രമിക്കണമെന്നുമാണ് രണ്ടാം അധ്യായം പഠിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിലെ മൂന്നാം അധ്യായം, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ അത്ഭുതകരമായ പ്രവർത്തന ശക്തി, ദ മിറക്കിൾ വർക്കിംഗ് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നതിനെ കുറിച്ചാണ്. ഉപബോധ മനസ്സ് നമ്മുടെ ശരീരത്തെയും ജീവിതത്തെയും എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ്. നാം ഉറങ്ങുമ്പോഴും ഹൃദയമിടിപ്പ്, ശ്വസനം, ദഹനം തുടങ്ങിയ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നത് ഉപബോധ മനസ്സിന്റെ ശക്തി മൂലമാണ്. ശരീരത്തിന് എന്തെങ്കിലും പരിക്കേറ്റാൽ അത് സുഖപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പിന്നിലും ഈ മനസ്സിന്റെ അത്ഭുത ശക്തിയുണ്ട്. നമ്മുടെ ശരീരം നിർമ്മിച്ചത് ഉപബോധ മനസ്സാണ്.
അതിനാൽ അതിനെ പുനർനിർമ്മിക്കാനും സുഖപ്പെടുത്താനും ഉപബോധ മനസ്സിന് അറിയാം. നിങ്ങളുടെ മനസ്സിലെ ഭയം, ഉത്കണ്ഠ, ദേഷ്യം എന്നിവ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത് പിന്നീട് ശാരീരിക അസുഖങ്ങളായി മാറുന്നു. നേരെ മറിച്ച് സന്തോഷവും സമാധാനവും നിറഞ്ഞ ചിന്തകൾ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു. നിങ്ങൾ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാതെ വിഷമിക്കുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ആ പ്രശ്നം ഉപബോധ മനസ്സിന് കൈമാറുക. പലപ്പോഴും ഉണരുമ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ഉപബോധ മനസ്സിനെ എങ്ങനെ ഉണർത്താം? ഈ അധ്യായം പറയുന്നത് നമ്മൾ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ്. ഈ അധ്യായം പറയുന്നത് നമ്മൾ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ്. എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ സമാധാനത്തിലാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് വഴി ഉപബോധ മനസ്സിനെ ആ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കാം. ചുരുക്കത്തിൽ, ഉപബോധ മനസ്സ് എന്നത് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു വലിയ ശക്തിയാണെന്നും അതിനെ ശരിയായ രീതിയിൽ നയിച്ചാൽ അത്ഭുതകരമായ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും ഈ അധ്യായം വ്യക്തമാക്കുന്നു. ഉപബോധ മനസ്സ് എന്നത് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു വലിയ ശക്തിയാണെന്നും അതിനെ ശരിയായ രീതിയിൽ നയിച്ചാൽ അത്ഭുതകരമായ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും ഈ അധ്യായം വ്യക്തമാക്കുന്നു. ഇതിലെ 4-ാം അധ്യായം പുരാതന കാലത്തെ മാനസിക രോഗശാന്തികൾ, മെന്റൽ ഹീലിംഗ് ഏൻഷ്യന്റ് ടൈംസ് എന്നതിനെ കുറിച്ചാണ്. ചരിത്രാതീത കാലം മുതൽ മനുഷ്യർ എങ്ങനെയാണ് മാനസികമായ ശക്തി ഉപയോഗിച്ച് രോഗങ്ങൾ ഭേദമാക്കിയിരുന്നത് എന്ന് ഈ അധ്യായം വിവരിക്കുന്നു. വിശ്വാസത്തിലൂടെയുള്ള രോഗശാന്തി. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പണ്ടുകാലം മുതൽക്കേ അത്ഭുതകരമായ രോഗശാന്തികൾ നടന്നിട്ടുണ്ട്. പലപ്പോഴും മതപരമായ ചടങ്ങുകളിലൂടെയോ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലൂടെയോ ആളുകൾക്ക് രോഗം ഭേദമാകാറുണ്ട്. ഇതിന് പിന്നിൽ യഥാർത്ഥ കാരണം ആ വ്യക്തിയുടെ അടിയുറച്ച വിശ്വാസമാണെന്നാണ് ഡോക്ടർ മർഫി പറയുന്നു. ഉപബോധ മനസ്സ് ആ വിശ്വാസത്തെ സ്വീകരിക്കുകയും ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. പ്രധാന ആശയങ്ങൾ. വിശ്വാസത്തിന്റെ മനഃശാസ്ത്രം. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം യുക്തിപരമായി ശരിയാണോ തെറ്റാണോ എന്നത് ഉപബോധ മനസ്സിന് പ്രശ്നമല്ല. ആ വിശ്വാസം ഉപബോധ മനസ്സിൽ എത്തുമ്പോൾ അത് പ്രവർത്തിച്ചു തുടങ്ങുന്നു. ലോകത്ത് പല രീതിയിലുള്ള ചികിത്സകൾ ഉണ്ടെങ്കിലും യഥാർത്ഥ രോഗശാന്തി നടക്കുന്നത് വ്യക്തിയുടെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിലൂടെയാണ്. അന്ധമായ വിശ്വാസങ്ങൾ. ഒരു പ്രത്യേക വ്യക്തിക്കോ വസ്തുവിനോ തന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ഒരാൾ അന്ധമായി വിശ്വസിച്ചാലും ഉപബോധ മനസ്സ് അതിനോട് പ്രതികരിക്കും. ശാസ്ത്രീയമായ അറിവില്ലാതെ തന്നെ ആ വിശ്വാസം ഫലം നൽകുന്നു. അതായത് ഈ അധ്യായം വ്യക്തമാക്കുന്നത് രോഗം എന്നത് മനസ്സിന്റെ ഒരു അവസ്ഥയെന്നാണ്. ഭയം, നെഗറ്റീവ് ചിന്തകൾ എന്നിവ ഉപബോധ മനസ്സിൽ പതിയുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് പൂർണ്ണമായും ആരോഗ്യം ലഭിക്കുമെന്ന് മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നതിലൂടെ ആ രോഗാവസ്ഥയെ മാറ്റാൻ സാധിക്കും. ചുരുക്കത്തിൽ, ഉപബോധ മനസ്സിന്റെ അത്ഭുത ശക്തി എന്നത് പുതിയൊരു കണ്ടുപിടുത്തമല്ലെന്നും പുരാതന കാലം മുതലേ മനുഷ്യർ ഇത് അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിച്ചിരുന്നു എന്നും ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.